2024 ഫെബ്രുവരി 16 സമയം ഉച്ചയ്ക്ക് ഏകദേശം 1 മണി കഴിഞ്ഞിരിക്കുന്നു. റഷ്യയിലെ യാമാലോ നെനറ്റ്സ് മേഖലയിലുള്ള പോളാർ വൂൾഫ് എന്നറിയപ്പെടുന്ന അതീവ സുരക്ഷാ ജയിൽ. പുറത്ത് തണുപ്പ് -30 ഡിഗ്രിയോട് അടുത്താണ്. ആ തണുപ്പിനേക്കാൾ ഭീകരമായ ഒന്നാണ് ജയിലിനുള്ളിൽ അന്ന് നടന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉറക്കം കെടുത്തിയ ആ 47-കാരൻ അലക്സി നവൽനി ഫൗണ്ടേഷൻ ഫോർ ഫൈറ്റിംഗ് കറപ്ഷൻ എന്ന സംഘടനയിലൂടെ റഷ്യൻ ഭരണകൂടത്തിലെ ഉന്നതരുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന റഷ്യൻ നേതാവ് അന്ന് പതിവ് പോലെ ജയിലിന്റെ മുറ്റത്ത് ഒരു നടത്തത്തിനിറങ്ങിയതായിരുന്നു അദ്ദേഹം. കരുത്തനായ ആരോഗ്യവാനായ നവൽനി പെട്ടെന്ന് തളർന്നു വീണു. ശ്വാസം കിട്ടാതെ അദ്ദേഹം പിടഞ്ഞു. ജയിൽ അധികൃതർ ഓടിയെത്തി, ആംബുലൻസ് വിളിച്ചു. അരമണിക്കൂറിലധികം ഡോക്ടർമാർ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ 2:17 തന്നെ ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു. അലക്സി നവൽനി അന്തരിച്ചു. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം എന്നായിരുന്നു റഷ്യൻ സർക്കാരിന്റെ വിശദീകരണം. ലോകം അത് വിശ്വസിച്ചില്ല. എന്നാൽ കൃത്യം 2 വർഷങ്ങൾക്കിപ്പുറം 2026 ഫെബ്രുവരിയിൽ പുറത്തു വരുന്ന പുതിയ കണ്ടെത്തലുകൾ ലോകത്തെ വീണ്ടും തടുക്കുകയാണ്. നവൽനി മരിച്ചത് സ്വാഭാവികമല്ല, മറിച്ച് ആ മരണത്തിന് പിന്നിൽ ഒരു തവള ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ലോകത്തെ ഞെട്ടിച്ച ആ മരണത്തിനു പിന്നിലെ നിഗൂഢതകൾ എന്താണ് നമുക്ക് നോക്കാം. അലക്സി നവൽനിയുടെ മരണത്തിൽ കുടുംബം അന്ന് തന്നെ ദുരൂഹത ആരോപിച്ചിരുന്നു. അദ്ദേഹത്തിന് നേരെ ഇതിനു മുന്നേ നടന്ന വധശ്രമങ്ങൾ തന്നെയാണ് കുടുംബത്തിന്റെ സംശയങ്ങൾക്ക് കാരണമായത്. 2020 സൈബീരിയയിൽ വെച്ച് നോവിചോക്ക് എന്ന മാരകമായ നാഡീവിഷം നൽകി അദ്ദേഹത്തെ കൊല്ലാൻ ചിലർ ശ്രമിച്ചിരുന്നു. ആ വധശ്രമത്തിന് പിന്നിൽ റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ FSB ആണെന്ന് അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. അന്ന് ജർമ്മനിയിലെ വിദഗ്ധമായ ചികിത്സയിലൂടെ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2020 വിഷപ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം അദ്ദേഹം താൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിട്ടും റഷ്യയിലേക്ക് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. ആ ധീരത അദ്ദേഹത്തെ ലോക ശ്രദ്ധയുള്ള നേതാവാക്കി മാറ്റി. 2021 ജനുവരിയിൽ മോസ്കോ വിമാനത്താവളത്തിൽ കാലുകുത്തിയ നിമിഷം തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തൻ്റെ മരണം മുന്നിൽ കണ്ടിട്ടും റഷ്യൻ ജനതയ്ക്ക് വേണ്ടി പോരാടാൻ അദ്ദേഹം കാണിച്ച ആ നിശ്ചയദാർഢ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് വന്ന 3 വർഷങ്ങൾ നവൽനിയെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായ പീഡനങ്ങളുടെ കാലമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണെന്ന് കുടുംബവും അനുയായികളും ആരോപിച്ചു. അതിന് പിന്നാലെയാണ് 2026 ഫെബ്രുവരിയിൽ നവൽനിയുടെ മരണത്തിൻ്റെ 2ാം വാർഷികത്തിൽ ചില അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളും മുൻ റഷ്യൻ ഉദ്യോഗസ്ഥരും പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് മുന്നിലെത്തുന്നത്. നവൽനിയെ ഇല്ലാതാക്കാൻ ഇത്തവണ തിരഞ്ഞെടുത്തത് നോവിചോക്കിനേക്കാൾ മാരകവും എന്നാൽ കണ്ടെത്താൻ പ്രയാസമേറിയതുമായ ബാട്രാക്കോടോക്സിൻ എന്ന വിഷമായിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലാൻഡ് എന്നീ 5 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. നവൽനിയുടെ ശരീരത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ യൂറോപ്പിലെ ലാബുകളിൽ അതീവ രഹസ്യമായി പരിശോധിച്ച ശേഷമാണ് അവർ ഈ നിഗമനത്തിലെത്തിയത്. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ എന്നാൽ അത്രയേറെ തന്നെ അപകടകാരികളായ ജീവികളാണ് പോയ്സൺ ഡാർക്ക് ഫ്രോഗ്. തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഈ വിഷത്തവളകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ടോക്സിൻ നാഡീവ്യൂഹത്തെയും ഹൃദയത്തെയും ഒരേ സമയം തളർത്താൻ ശേഷിയുള്ളതാണ്. കേവലം 200 മൈക്രോഗ്രാം മതി ഒരു മനുഷ്യനെ കൊല്ലാൻ. ബാക്ടോടോക്സിൻ ശരീരത്തിലെ കോശങ്ങളിലെ സോഡിയം ചാനലുകളെ തുറന്നു തന്നെ വയ്ക്കുന്നു. ഇതിൻ്റെ ഫലമായി നാഡീ സന്ദേശങ്ങൾ നിലയ്ക്കുകയും പേശികൾക്ക് അയയാൻ കഴിയാതാവുകയും ചെയ്യുന്നു. ഹൃദയപേശികൾ ഇങ്ങനെ വലിഞ്ഞു മുറുകുമ്പോൾ ഹൃദയമിടിപ്പ് ക്രമം തെറ്റുകയും ഒടുവിൽ ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ ഇത് വെറുമൊരു ഹൃദയസ്തംഭനമായി മാത്രമേ രേഖപ്പെടുത്തൂ. റഷ്യയിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഈ വിഷം നവൽനിയുടെ ശരീരത്തിൽ എങ്ങനെ എത്തി എന്നതിൽ റഷ്യൻ ഭരണകൂടത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പോളാർ വൂൾഫ് ജയിലിലെ കൊടും തണുപ്പും നവൽനിയുടെ മോശമായ ആരോഗ്യസ്ഥിതിയും കൊലയാളികൾക്ക് അനുകൂലമായി. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ വളരെ ചെറിയ അളവിൽ ഈ തവള വിഷം പുരട്ടിയിരിക്കാമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 2028 പരാജയപ്പെട്ട വധശ്രമത്തിന് ശേഷം ലോകം സംശയിക്കാത്ത വിധം ഒരു സ്വാഭാവിക മരണം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇത്തവണത്തെ ലക്ഷ്യം. രാജവെമ്പാലയുടെ വിഷത്തിന് പോലും മറുമരുന്നുണ്ട്. എന്നാൽ ബാട്രാക്കോടോക്സിൻ എന്ന ഈ തവള വിഷത്തിന് ഫലപ്രദമായ ഒരു മറുമരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇരയ്ക്ക് രക്ഷപ്പെടാൻ 1% പോലും സാധ്യത നൽകാത്ത രീതിയിലാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് ഇത് വ്യക്തമാക്കുന്നു. നവൽനിയുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ റഷ്യൻ അധികൃതർ 2 ആഴ്ചയോളം വൈകിപ്പിച്ചത് ഈ വിഷത്തിന്റെ അംശങ്ങൾ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ വേണ്ടിയാണെന്ന് അന്ന് തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജയിലിനുള്ളിലെ ചില ഉദ്യോഗസ്ഥർ വഴി തന്നെ നവൽനിയുടെ രക്തത്തിന്റെയും ടിഷ്യൂവിന്റെയും സാമ്പിളുകൾ അതീവ രഹസ്യമായി റഷ്യക്ക് പുറത്തെത്തിച്ചു എന്നാണ് 2026 റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാമ്പിളുകളാണ് യൂറോപ്യൻ ലാബുകളിൽ നിർണായകമായ തെളിവുകളായി മാറിയത്.